നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ അഗ്രസീവായിട്ടുള്ള ജെറോം ഗാംബിറ്റ് ഒരു ഗ്രാൻഡ് മാസ്റ്റർക്കെതിരെ ട്രൈ ചെയ്താൽ എത്രത്തോളം സക്സസ് ആവും എന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് 1884 ബ്ലാക്ക് ബേണിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഗെയിം നോക്കാം. ഈ ഗെയിമിൽ ബ്ലാക്ക് ബേൺ ബ്ലാക്ക് സൈഡാണ് കളിക്കുന്നത്. എന്നാൽ വൈറ്റ് സൈഡ് കളിക്കുന്ന പ്ലെയർ ആരാണെന്ന് വ്യക്തമല്ല. വൈറ്റ് E4 മൂവ് കൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ C4ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ C5ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇത് ഇറ്റാലിയൻ ഗെയിമിൻ്റെ ഗ്യൂക്കോ പിയാനോ ഓപ്പണിംഗ് ആണ്. ഇവിടെ ഇപ്പോൾ C3 മൂവ് ചെയ്യുന്നതാണ് മെയിൻ ലൈൻ. അതല്ലാതെ വൈറ്റിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ D3 മൂവ് ചെയ്യാം, അതുമല്ലെങ്കിൽ കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യാം, വേണമെങ്കിൽ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാം, അതുമല്ലെങ്കിൽ B4 മൂവ് ചെയ്തുകൊണ്ട് ഇവാൻസ് ഗാംബിറ്റ് കളിക്കാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ ഒരു കാലഘട്ടത്തിൽ വളരെ ഫേമസ് ആയിരുന്നതും ബിഗിനേഴ്സിനെതിരെ വളരെ എഫക്റ്റീവായതുമായ ജെറോം ഗാംബിറ്റാണ് വൈറ്റ് ഇവിടെ കളിക്കാൻ പോകുന്നത്. ഓപ്പണിങ്ങിൽ തന്നെ 2 പീസുകളെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് എതിരാളിയുടെ കിങ്ങിൻ്റെ പൊസിഷൻ വളരെ വീക്കാക്കുന്നതാണ് ജെറോം ഗാംബിറ്റ്. വൈറ്റ് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം ബിഷപ്പ് വെച്ച് F7 പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. കിങ് ഉപയോഗിച്ച് ബിഷപ്പിനോട് എടുക്കുന്നു. വൈറ്റ് അടുത്ത പീസിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ്. നൈറ്റ് ഉപയോഗിച്ച് E5 പോണിനെ വിട്ടെടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് അതും അക്സെപ്റ്റ് ചെയ്യാണ്. നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനോട് എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ 2 പോണുകൾക്ക് പകരമായി വൈറ്റ് 2 പീസുകളെ സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ D4 മൂവ് ചെയ്തുകൊണ്ട് ഈ നൈറ്റിനെയും ബിഷപ്പിനെയും ഫോർക്ക് ചെയ്യുകയും അങ്ങനെ നഷ്ടപ്പെട്ടതിൽ ഒരു പീസിനെ തിരിച്ചെടുക്കുകയാണ് മെയിൻ മൂവ്. എന്നാൽ വൈറ്റ് ഇവിടെ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് നോക്കാം. വൈറ്റ് ഇപ്പോൾ ഒരു ഫോർക്കിലേക്ക് പോകുന്നില്ല, പകരം ക്വീനിനെ H5ലേക്ക് കൊണ്ടുവന്ന് ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒരേ സമയം ചെക്കും നൈറ്റിനെതിരെ അറ്റാക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നൈറ്റിനെ G6ലേക്ക് കൊണ്ടുവന്ന് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിനെ ക്വീന് വെച്ച് ആ ബിഷപ്പിനെ എടുക്കാം. അല്ലാതെ കിങ് ചെക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറുകയാണെങ്കിൽ ക്വീന് വെച്ച് നൈറ്റിനെ ഇവിടെ എടുക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ ബ്ലാക്കിൻ്റെ മെയിൻ മൂവ് കിങ്ങിനെ E6ലേക്ക് കൊണ്ടുവന്ന് ഈ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ്. ആ സമയത്ത് ക്വീൻ F5ലേക്ക് ഒന്ന് ചെക്ക് വന്നാലും കിങ്ങിന് D6ലേക്ക് മാറിക്കൊണ്ട് ഈ 2 പീസുകളെയും സപ്പോർട്ട് ചെയ്യാൻ കഴിയും. ബ്ലാക്ക് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് കിങ് E6ലേക്ക് വന്ന് തന്നെ ഈ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ F6ലേക്കാണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ക്വീൻ F5ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ കിങ്ങിന് വേറെ അങ്ങോട്ടെങ്കിലും മാറാൻ പറ്റില്ല, E7ലേക്ക് തന്നെ മാറേണ്ടി വരും. ആ സമയത്ത് ക്വീൻ വെച്ച് നൈനോട്ടിക്കൊണ്ട് ചെക്ക് വരും. അതും ഒരു ഫോർക്കിൻ ചെക്കാണ്. ഈ ചെക്ക് ബ്ലാക്ക് എങ്ങനെ തന്നെ ഒഴിവാക്കിയാലും ബ്ലാക്കിന് ആ ബിഷപ്പ് നഷ്ടപ്പെടും. അതിനുശേഷം വൈറ്റിന് ഈ ഗെയിം വിജയിക്കാനും കഴിയും. എന്നാൽ ഇവിടെ വൈറ്റ് സൈഡ് കളിക്കുന്നത് അത്ര സ്ട്രോങ് പ്ലെയർ ആവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ബ്ലാക്ക് ബേൺ മെയിൻ മൂവ് ചെയ്യുന്നില്ല, പകരം തിരിച്ച് ഒരു ഡബിൾ സാക്രിഫൈസ് ചെയ്യാണ്. ഈ ചെക്ക് ഒഴിവാക്കുന്നതിനായിട്ട് G6 മൂവ് ചെയ്യുന്നു. വൈറ്റ് ആ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീന് വെച്ച് നൈറ്റിനോട് എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെയും ബിഷപ്പിനെയും ഫോർക്ക് ചെയ്യുന്നു. ഇവിടെയും ബ്ലാക്ക് ആ റൂക്കിനെ സംരക്ഷിക്കാനായിട്ടൊന്നും ചെയ്യുന്നില്ല, പകരം D6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു. വൈറ്റിൻ്റെ ക്വീനെതിരെ അറ്റാക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് വൈറ്റ് ആ റൂക്ക് സാക്രിഫൈസും അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീന് വെച്ച് റൂക്കിനിട്ട് എടുക്കുന്നു. ഇതോടെ ഇത്രയും സമയം വളരെ ആക്റ്റീവായിരുന്ന വൈറ്റിൻ്റെ ക്വീൻ ഒരു കോർണറിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ബ്ലാക്ക് ഒരു കൗണ്ടർ അറ്റാക്ക് ആരംഭിക്കുകയാണ്. ക്വീനെ H4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് F2 സ്ക്വയറിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ D4 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നതാണ് മെയിൻ മൂവ്. എന്നാൽ വൈറ്റ് ഇവിടെ D4 മൂവ് ചെയ്യുന്നില്ല, പകരം കിങ് സൈഡിലേക്ക് കാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് F2 പോണിനെ അറ്റാക്കിൽ നിന്നും ഒഴിവാക്കുന്നു. ഇതോടെ ഇപ്പോൾ വൈറ്റിൻ്റെ റൂക്ക് ബ്ലാക്കിൻ്റെ കിങ്ങുള്ള ഫയലിലേക്ക് വന്നിട്ടുമുണ്ട്. ഈ പൊസിഷനിൽ D4 ആണ് മെയിൻ മൂവ് എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ G3 മൂവ് ചെയ്തുകൊണ്ട് ക്വീനെ അറ്റാക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം. അങ്ങനെയാണെങ്കിൽ ചെക്കോട് കൂടി E4 പോണിനെ എടുക്കാം. ഇതിപ്പോൾ ഒരു ഫോർക്കിൻ ചെക്കാണ്. ഇവിടെ ഇപ്പോൾ കിങ്ങിന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ F1ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ D1ലേക്ക് മൂവ് ചെയ്യാം. F1ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ബിഷപ്പ് H3ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിന് G1ലേക്ക് മാറേണ്ടി വരും. ഈ സമയത്ത് ഒന്നുകിൽ ക്വീൻ G2ലേക്കോ അല്ലെങ്കിൽ E1ലേക്കോ ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇവിടെ ഇപ്പോൾ ക്വീൻ വെച്ച് ഫോർക്കിൻ ചെക്ക് വരുമ്പോൾ കിങ് D1ലേക്ക് മാറിയാലും ഏകദേശം അതൊക്കെ തന്നെയാണ് അവസ്ഥ. ആദ്യം ബിഷപ്പ് G4ലേക്ക് ഒന്ന് ചെക്ക് വരും.
ഇവിടെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ബിഷപ്പ് വെച്ച് പോണിട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. ഈ ഫയൽ മുഴുവൻ ക്വീനിൽ കൺട്രോളുണ്ട്, അതോടെ ചെക്ക് മേറ്റ് ആവും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. വൈറ്റ് ഇവിടെ കിങ്സിലേക്ക് കാസലിംഗ് ചെയ്തുകൊണ്ട് F2 പോണിനെ സംരക്ഷിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ബ്ലാക്ക് നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാണ്. നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം ഈ ക്വീനിൻ്റെ ഡയഗണലും ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീനിന് D4 കൊണ്ടുവരുന്ന കൺട്രോൾ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ വൈറ്റിനിപ്പോൾ D4 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം D4 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് C3 മൂവ് ചെയ്തുകൊണ്ട് D4 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ D4 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ ഇവിടുന്ന് ഒഴിവാക്കാനാണ് വൈറ്റ് പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ അതിനു മുമ്പായിട്ട് ബ്ലാക്ക് വളരെ സ്ട്രോങ് ആയിട്ടൊരു മൂവ് ചെയ്യാണ്. നൈറ്റിനെ G4 കൊണ്ടുവന്ന് ഇവിടെ ഒരു മെയ്റ്റും ത്രെഡ് കൊടുക്കുന്നു. ഇനി അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റ് എന്നതുകൊണ്ട് തന്നെ വൈറ്റിനിവിടെ അധികം ഓപ്ഷനൊന്നുമില്ല. വൈറ്റ് H3 മൂവ് ചെയ്തുകൊണ്ട് ആ മെയ്റ്റും ത്രെഡ് ഒഴിവാക്കുന്നതോടൊപ്പം ബ്ലാക്കിൻ്റെ നൈറ്റിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ H3 മൂവ് ചെയ്യുന്നതിന് പകരം ഈ റൂക്കിനെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കൊണ്ട് കിങ്ങിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കിയാലും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആവും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇവിടെ ഇപ്പോൾ റൂക്കിനെ E1 മൂവ് ചെയ്യുന്നതെങ്കിൽ റൂക്കിന് F2 കൊണ്ടുവരുന്ന കൺട്രോൾ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ക്വീന് വെച്ച് F2 പോണിട്ട് കൊണ്ട് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ കിങ്ങിന് H1 തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് റൂക്കിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ റൂക്കിനെ E1 മൂവ് ചെയ്യുന്നതിന് പകരം റൂക്കിനെ D1 മൂവ് ചെയ്താലും അടുത്ത 3 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ആ 3 മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇപ്പോൾ ക്വീന് വെച്ച് H2 പോണിനെ വെട്ടിയെടുത്തോണ്ട് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ 3 മൂവിൽ ചെക്ക്മേറ്റ് ആവില്ല. കിങ്ങിന് F1 മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വീൻ H1 ഒന്ന് ചെക്ക് കൊടുത്താലും കിങ്ങിന് E2 മൂവ് ചെയ്യാം. അവിടെ എന്തായാലും ഒരു 3 മൂവിൽ ചെക്ക്മേറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആദ്യത്തെ മൂവ് ക്വീന് വെച്ച് F2 പോണിനെ വെട്ടിക്കൊണ്ട് ചെക്ക് കൊടുക്കുക തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിന് H1 തന്നെ മൂവ് ചെയ്യേണ്ടി വരും. ഇനി അടുത്ത 2 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. സ്മദേഡ് മേറ്റ് എന്ന മേറ്റിംഗ് പാറ്റേൺ അറിയാവുന്നവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞതാണ്. അടുത്ത മൂവ് ക്വീനിനെ G1 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ ക്വീനിന് ബിഷപ്പിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കിങ് വെച്ച് വെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് റൂക്ക് വെച്ച് തന്നെ വെട്ടേണ്ടി വരും. ഈ സമയത്ത് നൈറ്റ് വെച്ച് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക് മേറ്റ് ആവും. ഈ സ്മദേഡ് മേറ്റിനെ കുറിച്ച് അറിയാത്തവർക്കായിട്ട് നമ്മൾ ഏകദേശം ഒരു 12ഓളം ഗെയിമുകൾ ചെയ്തിട്ടുണ്ട്. ആ ഗെയിമുകൾ മുകളിലുള്ള ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ കഴിയും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. വൈറ്റ് ഈ ചെക്ക് മേറ്റിൽ നിന്നും ഒഴിവാകുന്നതിനായിട്ട് H3 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും മാറ്റുന്നില്ല. പകരം ബിഷപ്പ് വെച്ച് F2 പോണിനെ വെട്ടിയെടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. വൈറ്റിന് എന്തായാലും ഇപ്പോൾ റൂക്ക് വെച്ച് ആ ബിഷപ്പിനെ വെട്ടിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ വെട്ടുകയാണെങ്കിൽ അടുത്ത മൂവിൽ ക്വീന് വെച്ച് റൂക്കിനോട്ട് ചെക്ക് വരികയും കിങ് H1 മൂവ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആകുകയും ചെയ്യും. അതുകൊണ്ട് വൈറ്റ് റൂക്ക് വെച്ച് ബിഷപ്പിനെ വെട്ടുന്നില്ല, പകരം കിങ്ങിനെ H1 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടൊരു മൂവാണ് ചെയ്യുന്നത്. ബിഷപ്പിനെ F5 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെയും റൂക്കിനെയും ഒരുമിച്ച് സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്കിൻ്റെ ഈ ഒരു മൂവോടെ വൈറ്റിൻ്റെ ക്വീൻ ഇവിടെ ട്രാപ്പിലായിരിക്കുകയാണ്. ഈ ഡയഗണൽ മുഴുവൻ ഇപ്പോൾ ബ്ലാക്കിൻ്റെ കൺട്രോളിലാണ്. അതുകൊണ്ട് ക്വീനിന് ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. H7 സ്ക്വയറിലേക്ക് ക്വീനിന് കൺട്രോളുണ്ട്. ഏറ്റവും രസകരമായ കാര്യം ഇവിടെ വൈറ്റിൻ്റെ ക്വീൻ ട്രാപ്പിലായതിനോടൊപ്പം ബ്ലാക്കിൻ്റെ എല്ലാ പീസുകളും അറ്റാക്കിലായിരിക്കുകയാണ്. ഇപ്പോൾ ഈ ബിഷപ്പിനെതിരെ പോൺ വെച്ച് അറ്റാക്കുണ്ട്, ഈ ബിഷപ്പിനെതിരെ റൂക്ക് വെച്ച് അറ്റാക്കുണ്ട്, റൂക്കിനെതിരെ ക്വീന് വെച്ച് അറ്റാക്കുണ്ട്. ഇപ്പോൾ വൈറ്റിനെ ഈ പോൺ പിന്നിങ്ങിലാണെങ്കിലും ആ പോൺ വെച്ച് നൈറ്റിനെതിരെ അറ്റാക്കും ഉണ്ട്. ഇനി വൈറ്റിൻ്റെ മൂവാണ്. വൈറ്റിൻ്റെ ക്വീന് രക്ഷപ്പെട്ടു പോകാൻ മാർഗമില്ലാത്തതുകൊണ്ട് തന്നെ വൈറ്റ് ഈ റൂക്ക് സാക്രിഫൈസാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ക്വീൻ വെച്ച് റൂക്കിന് ഇട്ടെടുക്കുന്നു. ഇതോടെ അടുത്ത 2 മൂവിൽ ബ്ലാക്ക് വൈറ്റിനെ ചെക്ക്മേറ്റ് ചെയ്യുകയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ആ 2 മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഗെയിമിൽ വൈറ്റ് 2 പീസുകൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് അറ്റാക്ക് ആരംഭിച്ചത്.
ഒരു ബിഷപ്പും ഒരു നൈറ്റും. എന്നാൽ അതിന് പകരമായി ബ്ലാക്ക് ഇപ്പോൾ 2 റൂക്കുകളെയും ഒരു നൈറ്റിനെയും സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി ക്വീനിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ്. ക്വീൻ ഉപയോഗിച്ച് H3 പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. വൈറ്റിനിപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താൽ വേറെ വഴിയില്ല. കാരണം G1 സ്ക്വയറിലേക്ക് ബിഷപ്പിന് കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് വൈറ്റ് ആ സാക്രിഫൈസും അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് ക്വീനെ എടുക്കുന്നു. വൈറ്റിൻ്റെ G2 പോൺ ഇങ്ങോട്ടേക്ക് മാറിയതോടെ ഈ ഡയഗണൽ ഓപ്പൺ ആയിരിക്കുകയാണ്. ഈ സമയത്ത് ബ്ലാക്ക് ബിഷപ്പ് വെച്ച് E4 പോൺ ഇട്ട് ചെക്ക് കൊടുത്തോടെ ചെക്ക് മേറ്റ് ആകുമായിരുന്നു. H2 സ്ക്വയറിലേക്ക് നൈറ്റിന് കൺട്രോൾ ഉണ്ട്. E1 സ്ക്വയറിലേക്ക് ബിഷപ്പിന് കൺട്രോൾ ഉണ്ട്. കിങ് ചെക്കിലുമാണ്. അതോടെ ചെക്ക് മേറ്റ് ആയി. ഈ ഗെയിമിൽ വൈറ്റ് 2 പീസുകളെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അറ്റാക്ക് ആരംഭിച്ചപ്പോൾ ബ്ലാക്ക് 4 പീസുകളെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ഗെയിം വിജയിച്ചിരിക്കുന്നത്. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.